ഹായ്, ഞങ്ങളിപ്പോൾ ബാങ്കോക്കിൽ നിന്നും ഹോച്ചിമാൻ സിറ്റിയിലെത്തി. ഹോച്ചിമാൻ സിറ്റിയിലെ എയർപോർട്ടിൽ ഭയങ്കര ക്രൗഡഡ് ആണ്. ഇമിഗ്രേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഈ വിസ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 45 മിനിറ്റ്സായി ക്യൂവിൽ നിൽക്കുന്നു. 10-15 മിനിറ്റ്സിൽ ക്രോസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. എയർപോർട്ടിലെ ക്രൗഡ് ഒന്ന് ഷൂട്ട് ചെയ്യും. 5 ഡേയ്സിലേക്കാണ് ഞങ്ങളിവിടെ ഹോച്ചിമിൻ സിറ്റിയിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ക്രിസ്മസ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു, ഒരു ഹോളിഡേ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല ക്രൗഡഡ് ആണ്. വരുമ്പം നമുക്ക് ഫ്ലൈറ്റിൽ നിന്നും കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു, ലൈക്ക് ഹോച്ചിമിൻ സിറ്റി ഈസ് നൗ ക്രൗഡഡ് എന്ന്. നമുക്ക് നോക്കാം. അങ്ങനെ ഞങ്ങൾ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ സിം കാർഡൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടോ. ഈ സിം 5G സിം കാർഡ്, അങ്ങനെ സിമ്മുകളൊക്കെ വിൽക്കുന്ന സ്ഥലമാട്ടത്. കറൻസി എക്സ്ചേഞ്ചും ഉണ്ട്. ഞങ്ങൾക്ക് ഒരു സിം എടുക്കണം 5 ഡേയ്സിലേക്ക്. പിന്നെ കറൻസി എക്സ്ചേഞ്ച് ചെയ്യാനുണ്ട്. മനസ്സിൻ്റെ ഡോളർ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയേക്കാണ്. ATM നിന്ന് കാശ് എടുക്കണം, ഡോളർ എക്സ്ചേഞ്ച് ചെയ്യണം. $100 എന്നൊക്കെ പറയുന്നത് 25 ലക്ഷം രൂപയൊക്കെയാണ് ഇവിടുത്തെ കറൻസി ഡിഫറൻസ്. ലൈക്ക് ഇവിടുത്തെ കറൻസിയുടെ വാല്യൂ കുറവാണല്ലോ കമ്പാരിറ്റീവ്ലി. അപ്പോൾ ആള് ക്യാഷൊക്കെ എടുക്കാൻ പോയേക്കാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യാണ്. എയർപോർട്ടിൻ്റെ പുറത്താണ്. നമ്മൾ ഒരു ഹോസ്റ്റലാണ് ബുക്ക് ചെയ്തേക്കണേ, ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട്. ലൈക്ക് എപ്പോഴും ഹോട്ടലും റിസോർട്ടൊക്കെ അല്ലേ ബുക്ക് ചെയ്യണേ. അപ്പോൾ ഒരു ചേഞ്ചിന് നമ്മൾ ഇടയ്ക്ക് ട്രൈ ചെയ്യാറുള്ളതാണ് ഹോസ്റ്റൽ ബുക്ക് ചെയ്യൽ. പിന്നെ അപ്പോൾ ഇവിടുന്ന് ഒരു 20 to 30 മിനിറ്റ്സാണ് ഞാൻ നാട്ടിൽ നിന്ന് നെറ്റിൽ നോക്കിയപ്പോൾ കണ്ടത്. ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. സിം എടുത്തു, ബാക്കി കാര്യങ്ങളൊക്കെ വഴിയേ കാണാം. ATM നിന്ന് കാർഡൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, 5 ലക്ഷം രൂപയുടെ നോട്ടാണ് നിങ്ങൾ കാണുന്നത്, വിയറ്റ്നാം ഡോളർ കേട്ടോ. ഒന്ന് പറഞ്ഞ പോലെ എങ്ങനെയായിരുന്നു ഇത്, ഇതിന്റെ എക്സ്ചേഞ്ച് റേറ്റും കാര്യങ്ങളൊക്കെ? ഞങ്ങളുടെ കയ്യിലുള്ള കറൻസി എല്ലാം തായ്ലൻഡിൽ തീർന്നു. പിന്നെ കറൻസി ഡോളറായിട്ട് കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കറൻസി എക്സ്ചേഞ്ചിലും ക്യാഷ് അക്സെപ്റ്റ് ചെയ്യില്ല. സോ ATM പോയി വിഡ്രോ ചെയ്തു. ഓൾമോസ്റ്റ് 4% നമുക്ക് എന്താണ് വിഡ്രോവൽ ചാർജ് വരുന്നുണ്ട്. എയർപോർട്ടിൽ നിന്ന് 4.2, ഔട്ട്സൈഡ് എയർപോർട്ട് 4%. ഓക്കെ, 5 ലക്ഷം രൂപ വിഡ്രോ ചെയ്തു. നാട്ടിലെ ഊബർ ഓലയ്ക്ക് പകരം ഇവിടെ ഉപയോഗിക്കുന്ന ഗ്രാബാണ്. തായ്ലാൻഡിലും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. ക്യാബിന് വെയിറ്റ് ചെയ്യാം. ക്യാബ് ബുക്ക് ചെയ്തേക്കുന്നത് ഞങ്ങളുടെ വണ്ടിയുടെ നമ്പർ എന്ന് പറയുന്നത് 50H56613 ആണ്. ഇവിടുത്തെ കാറിൻ്റെയൊക്കെ നമ്പർ ഉണ്ടോ, നമ്പർ പ്ലേറ്റ് ഉണ്ടോ, 6050E01745 ഇങ്ങനെയാണ് ഇവിടുത്തെ കാറുകളുടെയൊക്കെ നമ്പർ പ്ലേറ്റ് വരുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ ക്യാബ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ക്യാബ് വന്നു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഡ്രൈവർ. ഇതൊക്കെ നല്ല ബ്ലോക്കാണ് കേട്ടോ. ഞങ്ങൾ ഒരു 30 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളെന്ന് പറഞ്ഞ് ക്യാബിൽ കയറിയതാണ്. കുറേ നേരമായി, ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല. റോഡിൻ്റെയൊക്കെ ഒരു രീതി നോക്കിയിട്ട് ഒരു ഏകദേശം ഒരു ബാംഗ്ലൂർ ഒരൊക്കെ തിരക്കില്ലേ, അതുപോലെ നല്ല ട്രാഫിക്കാണ്. മെയിൻലി ബിക്കോസ് നാളെ ക്രിസ്മസ് ആണല്ലോ, ചിലപ്പോൾ അതായിരിക്കും. പിന്നെ പിന്നെ റോഡെന്ന് പറയുന്നത് വലിയ വീതിയൊന്നും ഇല്ലാത്ത നമ്മുടെ നാട്ടിലത്തെ കൊച്ചിയിലൊക്കെ ഉള്ള റോഡ് പോലെ തന്നെ. ആ ഡ്രൈവിംഗ് കൾച്ചർ എനിക്ക് അതുപോലെയൊക്കെയാണ് ഫീൽ ചെയ്തത്. മുട്ടിയില്ലാന്നുള്ള രീതിയിൽ വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ഞങ്ങൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഹോസ്റ്റലിൽ അങ്ങോട്ട് വണ്ടി കയറില്ല. അപ്പം ഞങ്ങളുടെ ഹോസ്റ്റല് ഹൈഡ് ഔട്ട് ഹോസ്റ്റൽ എന്ന് പറഞ്ഞ ഹോസ്റ്റലാണ്.
നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. ഹോസ്റ്റൽ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റൽ റൂമിൽ എത്തിയിട്ടോ. ഇതാണ് ഒരു ബെഡ് വരുന്നത്. താഴെയും മുകളിലുമായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയേക്കണേ. ഉറപ്പിക്കാമല്ലോ, എനിക്ക് മുകളിലായിരിക്കുമല്ലോ. പിന്നെ ഇവിടെ കബോർഡ്സ് ഉണ്ട്. നമ്മുടെ ലഗേജസ് നമുക്കിവിടെ സൂക്ഷിക്കാം. 2 കബോർഡ്സും കിട്ടിയിട്ടുണ്ട്. സോ പയ്യെ ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് ഫ്രഷായി ഒന്ന് പുറത്തേക്ക് ഇറങ്ങട്ടെ. കുറച്ച് കഴിക്കണം, ഫുഡ് എന്തെങ്കിലും കഴിക്കണം, നല്ല വിശക്കുണ്ട്. ഓക്കെ, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി. അപ്പോൾ ഞങ്ങൾ വെറുതെ ഒരു സ്ട്രീറ്റ് ഫുഡിൽ നിന്ന് എന്തെങ്കിലും ഒരു സാൻഡ്വിച്ച് എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഫോ എന്ന് പറയുന്നൊരു സൂപ്പുണ്ട്, അത് ട്രൈ ചെയ്യണം. അപ്പോൾ ഒരു സാൻഡ്വിച്ച് വാങ്ങിക്കണതാണ് ഇപ്പോൾ. എനിക്ക് സാൻഡ്വിച്ച് കഴിക്കാൻ തോന്നണില്ല. ഇവിടെയാണ് നമ്മൾ ഫോ കഴിക്കാൻ വേണ്ടിയിട്ട് എത്തിയേക്കണത്. നോക്കി വെക്കട്ടെ ഇവിടെ എന്തൊക്കെ കിട്ടും എന്നുള്ളത്. ഇവിടെ വന്നപ്പോൾ തന്നെ ലൈക്കിനോ അവർ കൊണ്ടെന്ന് വെച്ചേക്കണാണ് കേട്ടോ. ഗ്രീൻ ലീവ്സ് കേട്ടോ. നല്ല തിരക്കുണ്ട് ഇവിടെ, എല്ലാവരും ബിസിയാണ്. ഇവിടെ ഫോ ചിക്കൻ ഇല്ല, ബീഫാണുള്ളൂ. ഇവിടെ ഞങ്ങൾ വന്നിട്ട് ഫേസ് ചെയ്തൊരു കാര്യമാണ് കേട്ടോ. ഇവിടെ ഒന്നും കാർഡ് ആക്സെപ്റ്റ് ചെയ്തില്ല, അധികവും ക്യാഷ് തന്നെ ആക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ കേട്ടോ. ടേബിളിൽ കണ്ടോ ഗാർലിക് ഓയിലിട്ടിട്ടുണ്ട്, വെളുത്തുള്ളി, അത് ഉപ്പിലിട്ട പോലും അല്ല, വെറുതെ ഓയില്. പിന്നെ ചില്ലി ചട്നിയാണ്, അത് ഇഡ്ഡലിയാണുണ്ട്. ഇതെന്താ മനസ്സാനം. പിന്നെ ഇത് ലെമൺ ലീഫ്. അവരുണ്ടോ, അവര് കഴിക്കുന്നതുണ്ടോ, ഈ ലീവ്സൊക്കെ കട്ട് ചെയ്ത് അതിനകത്തോട്ട് തന്നെ ഇട്ട് നൂഡിൽസ് സൂപ്പാണ്. ഇത് ഈ ബണ്ണിൽ ഡിപ്പ് ചെയ്തിട്ടൊക്കെ കഴിക്കുന്നത്. എന്തായാലും നോക്കാം നമുക്ക്. ഞങ്ങളുടെ ഫോ വന്നേക്കാണ്. മനസ്സൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ എന്താണ് ഫോ എന്നുള്ളത്. ഒന്ന് പറഞ്ഞേ പോരെ. ഫോ വിയറ്റ്നാമീസിൻ്റെ കൂടെ എല്ലാ ഫുഡിൻ്റെയും കൂടെ സെർവ് ചെയ്യുന്ന ഒരു ന്യൂഡിൽ സൂപ്പാണ്. കാണിച്ചുതരാം. എനിക്കും അറിയില്ല എന്താണെന്നൊന്നും. ഇതൊക്കെയാണ് പരിപാടികൾ. ബീഫുണ്ട്, നൂഡിലുണ്ട്, പിന്നെ ഇതിൻ്റെ കൂടെ തന്നിട്ടുള്ളത് ലൈമുണ്ട്, ചില്ലിയുണ്ട്, പിന്നെ എന്തോ ഒരു മുളപ്പിച്ച സാധനമുണ്ട്. പിന്നെ ഇത് സുറുമിക്ക് കൊടുത്തിട്ടുള്ള പച്ചിലകളാണ്, സുറുമിക്ക് പറ്റുന്ന രീതിയിലുള്ള. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ചേർത്ത് കഴിക്കണം. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച്, ഫുഡ് എന്ന് പറയുന്നതൊന്നും പറയാൻ പറ്റില്ല, അതൊരു സൂപ്പ് കുടിച്ച്. എന്നിട്ടിപ്പോൾ ഇതാ നമ്മൾ ഇവിടുത്തെ വാക്കിംഗ് സ്ട്രീറ്റ് ഉണ്ട്, അങ്ങോട്ടേക്ക് നടക്കണം. സ്ട്രീറ്റൊക്കെ നല്ല ലൈവാണ് കേട്ടോ. സ്ട്രീറ്റിലൊക്കെ നടന്ന് അവിടെ നിന്ന് ഒരു ടൂർ ഓപ്പറേറ്റേഴ്സിൻ്റെ ഡെസ്കിൽ പോയി അവരോട് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, ഹോസ്പിറ്റൽ സീറ്റിൽ എന്തൊക്കെയാണെന്നൊക്കെ അന്വേഷിച്ചു. അപ്പോൾ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തിരിച്ച് നമ്മൾ ഹോസ്റ്റലിലേക്ക് പോണ വഴി ഒരു നല്ല പാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വന്ന് ജസ്റ്റ് ഇങ്ങനെ ഇരിക്കാം. കാണിച്ചു തരാം കേട്ടോ പാർക്ക് നല്ല രസമില്ലേ കാണാൻ. കുറേ ചെയറൊക്കെ ഉണ്ട്, നല്ല മരങ്ങളൊക്കെ വെച്ച് അടിപൊളിയാണ്. നമുക്കൊരു റിലാക്സ് ഫീലുണ്ട്. പിന്നെ സിറ്റി വ്യൂ ഉണ്ട്. അങ്ങനെ ഞങ്ങളിവിടെ ഒരു ബെഞ്ചിൽ റെസ്റ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് പയ്യെ റൂമിലേക്ക് പോകണം.